വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ടൊരു ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്ന എളുപ്പത്തിൽ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ല വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ്, ഫ്ലൂറസ് ട്യൂബിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രം ഒന്നുകൂടെ നോക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വൈവ ക്വസ്റ്റ്യൻസിലേക്ക് മുന്നീങ്ങാം. അപ്പോൾ ആദ്യത്തെ വൈവ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻസൈഡ് ദ ട്യൂബ്? ഏത് ടൈപ്പ് ഗ്യാസാണ് ഫ്ലൂറസെൻ്റ് ട്യൂബിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തായിരിക്കും നിങ്ങൾ നോർമലി ഉത്തരം പറയുക? നോർമലി നിങ്ങൾ ചാടിക്കയറി പറയും ആർഗൺ ഗ്യാസ് എന്ന് പറയും, അല്ലേ? അങ്ങനെയല്ല, അതിൻ്റെ ഉത്തരം നോബിൾ ഓർ എനർട്ട് ഗ്യാസ്. ഇനി ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻസൈഡ് ദ ട്യൂബ് എന്നാണ്. വിച്ച് ടൈപ്പ് അല്ല, വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻസൈഡ് ദ ട്യൂബ് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയേണ്ടതാണ് ആർഗൺ ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻസൈഡ് ദ ട്യൂബ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് powder is filled inside the coated inside the fluorescent tube എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം മെർക്കുറി പൗഡറാണ്. പൗഡേർഡ് ടൈപ്പ് മെർക്കുറിയാണ് അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്ന കെമിക്കൽ ഏതാണ്? മെർക്കുറി പൗഡറാണ്. അതുപോലെ തന്നെ ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ് ഏത് ടൈപ്പാണ്? അത് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസാണ്. ഇനി ഏത് ഗ്യാസാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ആർഗൺ ഗ്യാസാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2002 3 ചോദ്യങ്ങളായി. 4ാമത്തെ ചോദ്യം, ഈ ട്യൂബിനകത്ത് മെർക്കുറിക് പൗഡറിൻ്റെ യൂസ് എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് മെർക്കുറിക് പൗഡർ ഇൻസൈഡ് ദ ട്യൂബ്? the mercuric powder gives daylight. അപ്പോൾ നമുക്ക് മെർക്കുറിക് പൗഡർ നമുക്ക് എന്താണ്? ഒരു ഡേ ലൈറ്റ് തരുന്നതിന് സഹായിക്കുന്നു. നല്ല വൈറ്റ് ലൈറ്റ്, നമുക്ക് ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു വൈറ്റ് ലൈറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആർഗൺ ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ്? ട്യൂബിനുള്ളിൽ ആർഗൺ ഗ്യാസിൻ്റെ ഉപയോഗം എന്താണ്? To conduct the coil to coil, like in between two coils there is argon gas is used. ട്യൂബിൻ്റെ 2 കോയിലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ to bypass the points of the 2 ends of starter. ഇപ്പോൾ സ്റ്റാർട്ടറിൻ്റെ 2 എൻഡുകളെ അല്ലെങ്കിൽ ട്യൂബിൻ്റെ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർഗൺ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ആർഗൺ ഗ്യാസ് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ഹൗ ദ ആർഗൺ ഗ്യാസ് വിൽ ബി വർക്ക്ഡ് ഇൻസൈഡ് ദ ട്യൂബ്? ദ ആർഗൺ ഗ്യാസ് വിൽ ബി അയണൈസ്ഡ് ഫ്രം ദ ഹീറ്റ് ഓഫ് ട്യൂബ് കോയിൽ ആൻഡ് ഇറ്റ് വിൽ ബി ചേഞ്ച് ആസ് എ കണ്ടക്ടർ ഫ്രം ഇൻസുലേറ്റർ. അത് ട്യൂബിൻ്റെ കോയിൽ ചൂടാകുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ആർഗൺ ഗ്യാസ് അയണൈസ് ചെയ്യുമ്പോൾ അത് നോർമലി ഇൻസുലേറ്റഡ് മോഡിലിരിക്കുന്ന ആർഗൺ ഗ്യാസ് കണ്ടക്ടർ മോഡിലേക്ക് മാറുന്നു. പിന്നെ സപ്ലൈയെ നേരെ ഇത് ഒരു കോയിലിൽ നിന്ന് മറ്റൊരു കോയിലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ടൈപ്പ് ഓഫ് മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻസൈഡ് ദ സ്റ്റാർട്ടർ? സ്റ്റാർട്ടറിനകത്ത് ഏത് ട്യൂബാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ യൂസ് എന്താണ്? നമ്മുടെ സപ്ലൈ ഒരു മേക്ക് ആൻഡ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ സ്റ്റാർട്ടർ ഇൻസൈഡ് ദ ട്യൂബ് സർക്യൂട്ട്? ടു ക്രിയേറ്റ് എ മേക്ക് ആൻഡ് ബ്രേക്ക് ഇൻസൈഡ് ദ സർക്യൂട്ട്. അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ ഉപയോഗം അതിനകത്തൊരു മേക്ക് ആൻഡ് ബ്രേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ബലാസ്റ്റ് ഇൻസൈഡ് ദ ട്യൂബ് സർക്യൂട്ട്സ്? ഒരു ട്യൂബ് സർക്യൂട്ടിനുള്ളിൽ ഒരു ചോക്കിൻ്റെ അല്ലെങ്കിൽ ബലാസ്റ്റിൻ്റെ ഉപയോഗം എന്താണ്?
to create a high voltage from the make and break of starter, and it will go through the coil end, and the coil end will be heated. അപ്പോൾ ഇവിടെ നമ്മൾ ചോക്ക് കൊടുക്കുന്ന ഹൈ വോൾട്ടേജ് കൊണ്ട്, അതായത് സ്റ്റാർട്ടറിൻ്റെ മേക്ക് ആൻഡ് ബ്രേക്ക് മൂലം ചോക്ക് കൊടുക്കുന്ന ഹൈ വോൾട്ടേജ് കൊണ്ട് ട്യൂബിൻ്റെ കോയിൽ ചൂടാവുകയും പഴുക്കുകയും, ആ പഴുക്കുന്ന സമയത്ത് നമ്മുടെ ആർഗൺ ഗ്യാസ് ഹീറ്റായി അയണൈസ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ്? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട്, ദ ചോക്ക് വിൽ അല്ലെങ്കിൽ ദ ബലാസ്റ്റ് വിൽ ബി regularize the circuit and it will be a normal form, working as a normal form. ഇത് ട്യൂബ് വർക്ക് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കോയിൽ തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് എത്തുകയും നോർമൽ വോൾട്ടേജ് കണ്ടീഷനിലേക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ടു റിമൂവ് എ സ്റ്റാർട്ടർ ആഫ്റ്റർ light up the tube, what happens? Why? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അതായത് ട്യൂബ് കത്തിയതിന് ശേഷം സ്റ്റാർട്ടർ ഊരി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എങ്ങനെ, എന്താണ് കാരണം? ഇപ്പോൾ ട്യൂബ് കത്തിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടർ ഊരി മാറ്റുകയാണെങ്കിലും ട്യൂബ് കത്തിക്കൊണ്ട് തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ ട്യൂബിൻ്റെ രണ്ട് എൻഡിനെ അല്ലെങ്കിൽ കോയിലുകളെ, ട്യൂബിനകത്തുള്ള കോയിലുകളെ ആർഗൺ ഗ്യാസ് ബൈപ്പാസ് ചെയ്തത് നിമിത്തം ഇനി അവിടെ സ്റ്റാർട്ടറിന് ജോലിയില്ല. സ്റ്റാർട്ടറിൻ്റെ ജോലി എന്ത് മാത്രമാണ്? ടു ക്രിയേറ്റ് എ മേക്ക് ആൻഡ് ബ്രേക്ക് ഇൻ ദി സർക്യൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻസൈഡ് ദ ട്യൂബ് സർക്യൂട്ട്? ഒരു ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ടിനകത്ത് ഒരു പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് കപ്പാസിറ്റർ എന്തിനാണ്? ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ ഫ്രം ലാഗിങ് ഓഫ് ദ ബലാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡക്റ്റീവ് കോയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പവർ ഫാക്ടർ ലാഗ് ചെയ്യുമെന്നും, ആ ലാഗ് ചെയ്ത പവർ ഫാക്ടറിനെ ലീഡ് ചെയ്ത് യൂണിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം 10-12ഓളം വൈവ ക്വസ്റ്റ്യൻസ് ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ നമുക്ക് എളുപ്പമുള്ളൊരു സാധനമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ എക്സാമിനകത്ത് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള വൈവ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിനിമം ഒരു ചോദ്യമെങ്കിലും ഫ്ലൂറസെന്റ് ട്യൂബിൽ നിന്ന് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വളരെ കരുതി തന്നെ പോവുക. ഇത്രയും സിമ്പിളായ ഒരു ക്ലാസ് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഓക്കെ, ഏകദേശം നിങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണോ, അതിൻ്റെ ആൻസറൊക്കെ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.